രാവിലെ സമയം 12:12 ഇപ്പോഴാണ് നമ്മളിത് ഒരു 11 മണിക്കാണ് തുടങ്ങിയത് അല്ലേ. ഒരേ ഫുള്ള് പുറത്ത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 8 മണിക്കാണ് പുറത്തിറങ്ങിയത് തന്നെ. അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്നില്ലേ, അതിൻ്റെ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാകും. എന്തായാലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം എന്തൊക്കെയാ പറയട്ടാ. ഫസ്റ്റ് കുഞ്ഞി കണ്ണൻ, അത് കഴിഞ്ഞ് പഴം, മുന്തിരി, പിന്നെ കുറേ ഫ്രൂട്ട്സ് അല്ലെ, അനാറ്, ആപ്പിള്, അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ കണി, വെള്ളരി, ഇത് നമ്മൾ കഴിഞ്ഞ തവണ കിട്ടാണ്ട് കോഴിക്കോട് സിറ്റി മുഴുവൻ തിരഞ്ഞു നടന്നൊരു ഐറ്റം ആയിരുന്നു. പിന്നെ ഇത് അതെ, ഇതാണ് കളിയടയ്ക്ക വെറ്റില, വീട്ടിലെ വെറ്റിലയാണ് കേട്ടോ. പിന്നെ വാൽക്കണ്ണാടി കിട്ടിയില്ല, അതിന് പകരം ഇങ്ങനത്തെ കണ്ണാടി. പിന്നെ അവില്, നെല്ല്, നമ്മുടെ ഒറിജിനൽ നെല്ല്, പിന്നെ മലര്, നെല്ല് എന്താണ്, അരി, പുഴുക്കലരി, പിന്നെ ഇതാ പുളിയവര. അതൊക്കെ നമ്മുടെ പാലക്കാട് മാത്രം അല്ലേ. അങ്ങനെ മാക്സിമം അങ്ങനെ കണ്ടിട്ടുള്ളത് കൂടുതൽ. അവിടെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും നമ്മൾക്ക് അറിയുന്നുള്ളൂ. അത് രാവിലെ ആക്കാൻ വേണ്ടി, കാരണം ഫാനൊക്കെ ആയിട്ട് അല്ലേ വാടിപ്പോയാലോ കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞൂസ് ഉറങ്ങി അല്ലേ. കുഞ്ഞൂസിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊരു സംഭവം അല്ലേ. അവന് അറിയുന്നില്ല, കാരണം ചെറുതില് കുറേ ആയില്ലേ, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാതെ തോന്നുന്നു, നമ്മൾ കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ അവന് പറഞ്ഞ എന്താ കാണിയെന്നൊന്നും അറിയില്ല. അവൻ വിഷു വരുമ്പോൾ സദ്യ എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് അല്ലേ. ഇതൊന്നും അറിയുന്നില്ല. പിന്നെ പടക്കെന്നൊക്കെ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയുന്നില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. എന്തെങ്കിലും നല്ല പോരായ്മകളുണ്ടാവും, കാരണം എന്തൊക്കെ വേണമെന്നോ അല്ലേ ഒന്നും അറിയുന്നില്ല. അതെ അതെ, ഇന്ന് മലയാള മാസം 1-ാം തീയതി അല്ലേ. അപ്പോൾ മേടം അല്ലേ, വിഷു. അപ്പോൾ അതിൻ്റെ കർഷക സമൃദ്ധി കൊണ്ട് അല്ലേ, അപ്പോഴത്തെ കിട്ടുന്ന വിളവെടുപ്പിന്റെ ഉത്സവമാണ് അല്ലേ. അങ്ങനെയൊക്കെയാണ് അതെ വിഷു കൊണ്ടാടുന്നത്. ഇപ്പൊ പക്ഷെ നമ്മൾ നോക്കുമ്പോ ഫുള്ള് കണിപ്പൂവൊക്കെ, പ്ലാസ്റ്റിക് പൂവ്, എല്ലാവരും അതാണ് വന്ന് വാങ്ങിച്ചിട്ട് വന്നത്. കാരണം ഇനിയുള്ള ജനറേഷൻ അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. അതെ, മരം ഉള്ളത് കൊണ്ട് കിട്ടിയതാ. അതെ, കോഴിക്കോടായിരുന്നു 13-ന് തിരിച്ചെത്തിയാട്ടോ. അപ്പോൾ അതൊക്കെയാണ്. ഇനി കുഞ്ഞൂസ് എണീറ്റിട്ട് ഇപ്പൊ തന്നെ കണി ഞങ്ങൾ കണ്ടു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ, കണി വെക്കുന്നവർക്കും അല്ലേ കണി കാണാനുള്ളതൊന്നും ഉണ്ടായില്ല. ഇനി രാവിലെ എണീറ്റ് ഇതൊക്കെ നിന്ന് വിളക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും അതൊരു ബ്യൂട്ടിയാണ് അല്ലേ. ബാക്കി നാളെ എല്ലാവർക്കും കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞങ്ങൾ ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് പോയി കിടക്കട്ടെ. അപ്പോഴേക്കും എണീറ്റിട്ട് കാണാനുള്ള സമയമായി അല്ലേ. 12:15 അങ്ങനെയൊക്കെ ഉണ്ട് സമയം. അതെ, എല്ലാവരുടെയും ഓരോ സമയമാണ് അല്ലേ. ഗുരുവായൂർ 2:30 അങ്ങനെ തുടങ്ങുന്നുണ്ട്. ഗുരുവായൂർ ശബരിമലയിൽ 4 മണിക്ക്. അങ്ങനെ ഓരോ സമയത്താണ് നമ്മൾ എണീക്കുന്ന പോലെ കുഞ്ഞൂസിനനുസരിച്ചിട്ട് നമ്മൾ കാണാം. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിഷുവിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയാ ഒരുക്കിയിരിക്കുന്നത് കാണിച്ചു തരട്ടോ. നമ്മുടെ രീതിയിലുള്ളതാണ്. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. വൽക്കണ്ണാടി കിട്ടിയില്ല സച്ചു. അതിന്റെ ഒരു പുതിയ ഉണ്ട്. കണിപ്പൂ നമുക്ക് കുറെ കിട്ടിട്ടോ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കുറച്ച് വലുതായി പോയി, കൊഴിഞ്ഞു പോയി. ഇവിടൊക്കെ ഉണ്ട്. മലരുണ്ട്, പുളി, അവരതൊക്കെ പാലക്കാട് മാത്രം വരുന്ന സാധനം. നെല്ലുണ്ട്. സച്ചു ബാങ്കിൽ പോയിട്ട് ഒപ്പിച്ചാണ് ഒക്കെ പുതിയ വെച്ചിട്ടു. 10 പൈസയല്ലേ? ഇത് ദുബായിലെ പൈസയല്ല. ഇത് കുറച്ച് തിരക്കുണ്ടാകും. എന്റെ കാലത്തില്ല 10 പൈസ. എന്റെ കാലത്ത് 10 പൈസ. അത് ദുബായില് വേറെ. അപ്പൊ ഇതാണ് നമ്മുടെ കണി. അപ്പൊ എല്ലാവരും അല്ലേ, അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ കഴിക്കല്ലേ. അതെ, എന്തായാലും നമ്മൾക്ക് നമ്മളാലാവുന്ന സംഭവമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യത്തോടും സ്നേഹത്തോടും എല്ലാവരും ദീർഘകാലം എല്ലാവരും അടിപൊളിയായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചെറിയ കുടുംബത്തിന്റെ ഹാപ്പി വിഷു. Happy Vishu!
ഹാപ്പി വിഷു. ഇനി പപ്പന്റെ എന്ത് വാങ്ങിക്കണം? കൈനീട്ട് വാങ്ങിക്കണ്ടേ? സദ്യ കഴിക്കണം. കൈനീട്ട് വാങ്ങിക്കണം. സദ്യ ഉണ്ട്, നല്ല സദ്യ ഉണ്ട്. കുറെ പരിപാടി ഉണ്ട്. പടക്കം പഠിക്കണം. പടക്കം പഠിക്കട്ടെ. ഉറങ്ങി എണിച്ചില്ലുള്ളൂ. ചെറിയ ഉറക്കം പോരായില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് അടിപൊളിയായിരിക്കും. നിങ്ങളുടെ വിഷയം എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ പ്ലാനൊക്കെ എന്താന്ന് ഓരോ നാട്ടിലും എവിടെ എങ്ങനെയൊക്കെയാണ് ചെറിയൊന്ന് പറയണേ. കാരണം ഓരോരുത്തർ നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളില്ല. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ.